ഫോണൊക്കെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് തിരിച്ചുള്ള കണക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും മുനിസിപ്പാലിറ്റിയിലും 3 പഞ്ചായത്തുകളിലും 33% കഴിഞ്ഞിരിക്കുന്നു. 33.74%. നമുക്ക് അഷ്കർ അലിയിലേക്കൊന്ന് പോകണം. വെണ്ണക്കര ഹൈസ്കൂളിലാണ് അഷ്കർ ഇപ്പോൾ നിൽക്കുന്നത്. അഷ്കർ അലി കരിമ്പ എല്ലായിടത്തും 33% എന്നുള്ളത് ഒരു അഗ്രഗേറ്റിലേക്ക്, ഒരു ആവറേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് പോളിംഗ് ശതമാനം ഉച്ചയോടുകൂടി അല്പം ഒന്ന് മന്ദഗതിയിലാകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ബൂത്തിലൊക്കെ എത്ര പേര് വീതം നിൽക്കുന്നുണ്ട് അഷ്കർ? സുജ, ഉച്ചയോടുകൂടി പോളിംഗ് മന്ദഗതിയിലേക്ക് ആകുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ നമ്മൾ ഇവിടെ കാണുന്ന ചിത്രം, ഈ വെണ്ണക്കര ഗവൺമെൻറ് സെക്കൻഡറി സ്കൂളിലെ 44 ബൂത്തിൽ കാണുന്ന ചിത്രം അങ്ങനെയല്ല എന്നുള്ളത്. കാരണം നീണ്ട വരിയാണ്. രാവിലെ മുതൽ നമ്മൾ രാവിലെ 8 മുതൽ പല സമയങ്ങളിലും ഇവിടെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ തന്നെ ഉള്ള ആളുകൾ ആ ഒരു സമയത്തുണ്ടായിരുന്ന അത്രയും ആളുകൾ ഇപ്പോഴും ഉണ്ട്. 100-ലധികം ആളുകൾ ഇപ്പോഴും, ആണുങ്ങളും സ്ത്രീകളുമായി 100-ലധികം ആളുകൾ ഇപ്പോഴും ഇവിടെ വരി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അത്രയേറെ സമയം എടുത്തണം. പലപ്പോഴും 1 മണിക്കൂറൊക്കെ വരി നിന്നാണ് പല ആളുകളും വോട്ട് ചെയ്ത് മടങ്ങാനാണ്. ഇപ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന സ്ത്രീകളുടെ നീണ്ട നിരയാണ്. ഈ ബൂത്തിന്റെ വരാന്ത മുഴുവൻ നിറഞ്ഞു കവിയുന്ന ഒരവസ്ഥയുണ്ട്. അത്രയേറെ ആളുകൾ ബൂത്തിലുണ്ട്. പലപ്പോഴും കാത്തിരിക്കുന്ന ഒരു സാഹചര്യം. അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകണം. നിന്നും അടുത്ത് ഇരിക്കാനുള്ള സൗകര്യം ഏതായാലും അവർക്കുണ്ട്. സ്മൃതി, രാവിലെ മുതൽ തന്നെ ഇവിടെ ഇരിക്കാൻ എല്ലാവർക്കും സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു. 2 ഭാഗത്തും ഇത്തരത്തിൽ പുരുഷന്മാർക്കാണ് സ്ത്രീകൾക്കാണ് കുറേ ബെഞ്ചുകളൊക്കെ ഇട്ട് പരമാവധി സൗകര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറേ നേരമായി വന്നിട്ട്? കുറേ നേരമായി. 12 മണിക്ക് 11 മണിക്ക് വന്നതാണ്. 11 മണിക്ക് വന്നതാണ്. കുറേ നേരമായി നിൽപ്പ് തുടങ്ങിയിട്ട്. കുറേ നേരമായി വന്നിട്ട് 10 മണിക്ക് വന്നു. 10 മണിക്ക് വന്നതാണ്. 10 മണിക്ക് തന്നെയാണ്. അതെ, ഇരിക്കാനൊരു സൗകര്യം കിട്ടി. സ്മൃതി, ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഓരോരുത്തർ 10, 11, 12 മണിക്കൊക്കെ എത്തിയവരാണ്. വന്നിട്ട് 1-1.5 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ വരി നിൽക്കുന്ന അവസ്ഥയുണ്ട്. വലിയ സ്ത്രീകളുടെ വലിയ നിര തന്നെ ഉണ്ട് എന്നുള്ളതാണ്. വലിയൊരു പങ്കാളിത്തം കൂടി ഉണ്ട്. മാത്രമല്ല 1456 ആളുകളാണ് ഈ ഒരു ബൂത്തിലുള്ളത്. ഈ സ്കൂളിൽ തന്നെ 4 ബൂത്തുകളുണ്ട്. അത്ര വലിയ ക്രൗഡഡ് ഏരിയ കൂടിയാണ് ഈ ഭാഗം. അതുകൊണ്ട് തന്നെ വലിയ വോട്ടിങ്ങിലും അത്തരം ഒരു പോളിംഗ് കാണാറുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പറയുന്നത്. എല്ലാ തവണയും ശക്തമായ പോളിംഗ് ഉണ്ടാവുന്ന ഒരു മണ്ഡലം കൂടിയാണ്, ഒരു ബൂത്ത് കൂടിയാണ് ഈ ബൂത്ത്, 44 ബൂത്ത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അത്തരത്തിൽ വലിയ തോതിൽ പോളിംഗ് ഉയരുമെന്ന് തന്നെയാണ് ഇവരുടെ കണക്ക് കൂട്ടൽ. സ്വാഭാവികമായും മണ്ഡലത്തിൽ ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും 30-35% മുകളിലേക്കൊക്കെ പോളിംഗ് പോയിട്ടുണ്ട്. സമാനമായ ഒരു ചിത്രം തന്നെയാണ് ഇവിടെ ഉള്ളത്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഇത്തരത്തിൽ പോളിംഗിൻ്റെ ഒരു വേഗത കുറവാണ് എന്നുള്ളൊരു ആക്ഷേപം ഇവിടുത്തെ വോട്ടർമാർ ഉന്നയിച്ചിരുന്നു. ആ പോളിംഗ് അത്ര വേഗതയിലല്ല ഇവിടെ നടക്കുന്നതെന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ ഉദ്യോഗസ്ഥർ ഇടപെട്ട് അത് വേഗതയിലാക്കാൻ നിർദ്ദേശം നൽകുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ പോലും ഇപ്പോഴും കൂടുതൽ ആളുകൾ ഒരേ സമയം ബൂത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ചൂട് തുടങ്ങിയെങ്കിൽ പോലും, ഇല്ലെങ്കിൽ നട്ടുച്ച ചൂടും പാലക്കാടൻ കാറ്റും, അത് രണ്ടുമാണ് ഇവിടുത്തെ പ്രത്യേകത. അത് തുടങ്ങിയെങ്കിൽ പോലും പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ എത്തുന്നതിൽ അതൊന്നും തന്നെ ഇതുവരെ തടസ്സമായിട്ടില്ല. വലിയ ചെറുപ്പക്കാരുടെയൊക്കെ വലിയ സാന്നിധ്യമുണ്ട്. കൂട്ടം കൂടിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. എന്താണ്, എല്ലാവരും ഫ്രണ്ട്സായിട്ട് ഒരുമിച്ച് വോട്ട് ചെയ്യാൻ വന്നതാണ്? അതെ അതെ. എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? നല്ല ശക്തമായ മത്സരം. ശക്തമായ നിങ്ങൾ ഒരേ ഫ്രണ്ട്സ് എല്ലാവരും ഒരേ പാർട്ടിക്കാരാണോ, അതോ വോട്ട് മാറിപ്പോകുമോ പല സ്ഥാനാർത്ഥികൾക്കായിട്ട്? വോട്ടൊക്കെ മാറും. വോട്ടുകൾ മാറും. സൗഹൃദം മാത്രം ഒരുമിച്ച്. എന്താണ് സൗഹൃദം വോട്ടൊക്കെ? എന്താണ് വോട്ട്? നേരെ ഞങ്ങൾ വന്നിട്ട് ക്ഷീണിച്ചു. ക്ഷീണിക്കാൻ പാടില്ല. നമ്മുടെ ജനാധിപത്യത്തിന് കുറച്ച് കരുത്ത് പകരണം. നിങ്ങളൊക്കെ യുവാക്കളല്ലേ, അത് വേണം. അതുപോലെയാണ്. എന്തായാലും അവർ കരുത്തരായി തന്നെ ഉണ്ട്. വോട്ട് ചെയ്തിട്ട് എന്തായാലും മടങ്ങുള്ളൂ എന്നുള്ള ഉറപ്പ് തന്നെയാണ്. അത്തരത്തിൽ ഒരുപാട് ചെറുപ്പക്കാരും മുതിർന്നവരും ഒക്കെ എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെ നമുക്ക് ഇത്തരത്തിൽ പോളിംഗ് ബൂത്തിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. സ്ത്രീകളുടെ ആണെങ്കിലും വലിയ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ശക്തമായ ഒരു പോളിംഗിലേക്ക്, ഇല്ലെങ്കിൽ പോളിംഗ് ശതമാനത്തിലേക്ക് ഈ ബൂത്തും പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രായമായ ആളുകളടക്കമുള്ളവർ ഇവിടെ ആ ബൂത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് വ്യത്യാസമില്ലാതെ തന്നെ പോളിംഗ് ശതമാനം നന്നായി ഉയരുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഈ പറഞ്ഞതുപോലെ ഉച്ചനേരത്തും നീണ്ട ക്യൂ, ഏതായാലും വോട്ട് ചെയ്തിട്ടേ മടങ്ങുകയുള്ളൂ എന്നുള്ള ആവേശം വോട്ടർമാരിൽ പ്രകടമാണ്. ഇരുന്ന് കാത്തിരിപ്പിന് ഇരിക്കാനുള്ള സൗകര്യം ചില ബൂത്തുകളിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ആശ്വാസകരമാണ്. പ്രസാദിന്റെ അടുത്തേക്ക് അവിടെ സ്ത്രീകൾ 100-ലധികം പേരെ ഇപ്പൊ എണ്ണീട്ട് നിൽക്കും.